സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ശ്ലോകം 9 നമുക്ക് നോക്കേണ്ടത്. ദശകം 1. എല്ലാവർക്കും എപ്പോഴും ലഭ്യവും അവധിയില്ലാത്ത ഫലങ്ങളുള്ളതുമായ സാക്ഷാൽ കൽപ്പവൃക്ഷം, അതായത് സാക്ഷാൽ മഹാവിഷ്ണു, ഭക്തന്മാരുടെ ഏതാവശ്യവും അവരാവശ്യപ്പെടുന്നത് മാത്രമല്ല അവരാവശ്യപ്പെടാത്തതും മോക്ഷവും കൂടി എപ്പോഴും നൽകി അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടുള്ള ആ മഹാവിഷ്ണു ഗുരുവായൂരിൽ ഇങ്ങനെ വസിക്കുമ്പോൾ ഇന്ദ്രൻ്റെ തോട്ടത്തിലെ ക്ഷുദ്രമരമായ ആ കൽപ്പവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ് എന്നാണ് ഭട്ടതിരിപ്പാട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ഭഗവത്ഗീതയിലും പുരാണങ്ങളിലൊക്കെ എത്രയും പ്രാവശ്യം കേൾക്കുന്നതാണ്. അതായത് ഭഗവാൻ തന്നെ പറയുന്നത്, തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ഏതാവശ്യവും ഏത് കാലത്തും ഞാൻ നിറവേറ്റുമെന്നാണ് അർജുനൻ്റെ അടുത്ത് പറയുന്നു. അതുപോലെ അംബരീഷ ചരിത്രത്തിൽ ദുർവാസാവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മഹർഷി ഞാൻ ഭക്തന്മാരുടെ ദാസനാണ് എന്ന്. നാരദനോട് പറയുന്നു, എൻ്റെ സ്ഥാനം ഭക്തന്മാരുടെ ഹൃദയത്തിലാണെന്ന്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ വിട്ടിട്ട് ഭൗതിക ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ വല്ല കാര്യങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കേണ്ടതൊക്കെ ശുദ്ധ പോഷ്കാണെന്ന് ഇവിടെ ഭട്ടതിരിപ്പാട് പറയണം. കാരണം നമ്മൾ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും എല്ലാ ഉന്നതികളും അത് നമ്മൾ ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടാത്തതും നമുക്ക് എന്താണോ ആവശ്യം അത് ഗുരുവായൂരപ്പൻ അറിയാം. അത് ഗുരുവായൂരപ്പൻ എല്ലാം സാധിച്ചു തരുന്നു നമ്മളിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതുമാത്രമല്ല, ശ്രീ മഹാവിഷ്ണുവിനുള്ള മറ്റു ചില വിശേഷങ്ങളും കൂടി പറയുന്നു അടുത്ത ശ്ലോകത്തിൽ 9. കാരുണ്യാത് കാമമന്യം ദഹതി കലുപരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി വരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീധഭാഗ്യ സ്ത്വം ചാത്മാ രാമ ഹേവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. കാരുണ്യാത് കാമമന്യം ദധതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി വരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീധഭാഗ്യസ്ത്വം ചാത്മാ രാമ ഹേവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. പരേ പറയുമ്പോൾ അന്യദേവന്മാർ. കാരുണ്യാത് ദയഹേതുവായിട്ട് അന്യം കാമം ദദതി കലു ത്വം വിശേഷ സ്വാത്മതഃ. മറ്റു പല അഭീഷ്ടമൊക്കെ നൽകും മറ്റുള്ള ആൾക്കാരൊക്കെ. അങ്ങാകട്ടെ വിശേഷിച്ചും അസാധാരണമായ കാരുണ്യത്താൽ ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു, സായുജ്യം നൽകുന്നവനാകുന്നു. അന്യേ മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റു ദേവന്മാർ ഐശ്വര്യാത് ഈശ്വരത്വം സാമിത്വം ഒക്കെ ഐശ്വര്യമൊക്കെ ഹേതുവായിട്ട് ജഗതി പരജനെ ഈശതി ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം സാമിത്വമുള്ളവരാകുന്നു. ത്വം സാത്മനഃ അഭി അവിടുന്ന് സ്വാത്മാവിന് കൂടിയും, അതായത് തനിക്ക് തന്നെയും ഈശ്വരനാകുന്നു. സ്പീതഭാഗ്യാഹ ചേതനാഹ തഴച്ച ഭാഗ്യമുള്ള ജീവികൾ പ്രതിപദ മധുരേ ത്വയി അടിക്കടി ആസ്വാദ്യനായി തീരുന്ന അങ്ങയെ വിഷയമാക്കിക്കൊണ്ട് ഉച്ചൈഹി ആരമന്തി എന്തെന്നില്ലാതെ ആഹ്ലാദം കൊള്ളുന്നു. ത്വം ച ആത്മാരാമഃ ഏവ അവിടുന്നാകട്ടെ ആത്മാരാമൻ തങ്ങൾ തന്നെ ആഹ്ലാദം കൊള്ളുന്നവനാണ് എന്നർത്ഥം. ആത്മാരാമൻ പറയുമ്പോൾ തങ്ങൾ തന്നെ ആഹ്ലാദം കൊള്ളുന്നവൻ. ഇതി അതുല ഗുണഗണാധാര ഇപ്രകാരം അനുഭവങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗരേ തേ നമഃ ശൗരേ അങ്ങയ്ക്ക് നമസ്കാരം. മറ്റു ദേവന്മാർ ദയഹേതുവായിട്ട് മറ്റു വല്ല അഭീഷ്ടങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ അങ്ങ് വിശേഷിച്ചും അസാധാരണ കാരുണ്യത്താൽ ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു, അതായത് സായുജ്യം നൽകുന്നവനാകുന്നു എന്ന് സാരം. മറ്റു ദേവന്മാർ ഐശ്വര്യം ഹേതുവായിട്ട് ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം സാമിത്വമുള്ളവരാകുന്നു. അവിടുന്ന് ആത്മാവിന് കൂടിയും ഈശ്വരനാകുന്നു. തഴച്ച ഭാഗ്യമുള്ള ജീവികൾ അടിക്കടി ആസ്വാദ്യനായിത്തീരുന്ന അങ്ങയെ വിഷയമാക്കിക്കൊണ്ട് എന്തെന്നില്ലാതെ ആഹ്ലാദം കൊള്ളുന്നു. അവിടുന്നാകട്ടെ ആത്മാരാമൻ തങ്ങൾ തന്നെ ആഹ്ലാദം കൊള്ളുന്നവനാണ് എന്ന് സാരം. ഇപ്രകാരം അനുഭവങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗരേ അങ്ങയ്ക്ക് നമസ്കാരം. കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മതഃ ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശ തേ അന്യേ ജഗതി പരജനേ സ്വാത്മന അഭി ഈശ്വരസ്ത്വം ത്വയി ഉച്ചൈ ആരമന്തി പ്രതിപദ മധുരേ ചേതനാഹ സ്ഫീതഭാഗ്യാഹ ത്വം ച ആത്മാരാമ ഏവ ഇതി അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ.
കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാ സ്ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗര്യേ നമസ്തേ കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാസ്ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗര്യേ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.